ഈ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലാവാത്ത ആരും ഉണ്ടാവില്ല. അത് ഞങ്ങൾ രാവിലെ തന്നെ വയനാട്ടിലേക്ക് ഇറങ്ങിയത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരു MLA വണ്ടി പോയി. സിദ്ദിഖ് MLA ആണോന്ന് അറിയില്ല. വയനാട് കൽപ്പറ്റ ഭാഗത്ത് കൂടി ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ടൗൺഷിപ്പിലേക്ക് ഇറങ്ങി കാണാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിനായിട്ട് ഇറങ്ങിയത്. അതുപോലെ ചുരത്തിലൊന്നും വലിയ ബ്ലോക്ക് ഇല്ലാതെ നമുക്ക് അങ്ങ് മേലെത്താൻ കഴിഞ്ഞിട്ടോ. ഇനി രാവിലെ ആയതുകൊണ്ടാണോന്ന് അറിയില്ല. അങ്ങനെ എന്തായാലും അവിടെ എത്തിയ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. കാരണം ഒരുപാട് ആളുകൾ ടൂറിസ്റ്റുകളായിട്ടും മറ്റും വയനാട്ടിലേക്ക് എത്തുന്നവരൊക്കെ വന്ന് കാണുന്നുണ്ട്. ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ഈ ഒരു സമയത്ത് വന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പണികളൊക്കെ നല്ല തകൃതിയായി നടന്നുകൊടുക്കുന്നുണ്ട്. വീട്ടുകാരൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തുമ്പോൾ അവർക്കും ഒരു വിഷമാവില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന ടൗൺഷിപ്പിലേക്കാണ്. പണികളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയട്ടെ. എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് കേട്ടോ. വൈദ്യുതിയൊക്കെ ഇതാ മണ്ണിന്റെ അടിയിലൂടെയാണ് പോകുന്നത്. അതൊക്കെ വലിയൊരു ഉപകാരം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ പണി തുടങ്ങാൻ കുറച്ച് വൈകി എന്നുള്ളത് വെച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. കാരണം നമ്മളെ രാജ്യത്ത് മറ്റൊരു സ്റ്റേറ്റിലും കാണാൻ കഴിയാത്ത, നമ്മൾ ഇന്നവരെ കേൾക്കാത്ത ഒരു ചേർത്ത് നിർത്തലിന്റെയും ഒരുമയുടെയും കഥയാണ് കേരളം മറ്റൊരു സംസ്ഥാനത്തോടും മറ്റു രാജ്യങ്ങളോടും പറയുന്നത്.